ഇന്ന് ഞാനിവിടെ ഗാർലിക് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗാർലിക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് വെളുത്തുള്ളി എടുത്തത്, 1/4 കപ്പ് വറ്റൽമുളക്, ഏകദേശം ഒരു 25 വറ്റൽമുളക് വരും. പിന്നെ 4 ടേബിൾ സ്പൂൺ വിനേഗർ. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഈ വിനാഗിരി ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചില്ലിയും ഗാർലിക് വിനേഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ കളർ മാറി വരുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നല്ലതുപോലെ തണുത്ത ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്ത പേസ്റ്റാണ്. ഇനി ഈ പേസ്റ്റ് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ അരച്ച പേസ്റ്റ് അതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇതിൻ്റെ പച്ചച്ചുവ മാറാനാണ് അങ്ങനെ ചെയ്യുന്നത്. പാൻ ചൂടാകുമ്പോഴേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ അരച്ച മസാല ഇതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ കുറച്ചിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കേണ്ടത്. പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 5-6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 2 മുട്ട, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിവിടെ ഉണ്ടാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ്. അത് ഏകദേശം 3 ടേബിൾ സ്പൂൺ വേണം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാല പൊടിയും കോൺഫ്ലോറും പാകത്തിനുള്ള ഉപ്പും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബാക്കി ചില്ലി പേസ്റ്റ് നമ്മളിത് ഉണ്ടാക്കുമ്പോഴേക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മസാല പിടിക്കാനായിട്ട് ഈ ചിക്കൻ അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിപ്പോൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ മസാല പുരട്ടിയ ചിക്കൻ്റെ കഷ്ണങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നല്ല ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഇതിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചിക്കനും ഇതുപോലെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ക്യാപ്സിക്കം ചതുരത്തിൽ മുറിച്ചത്, 2 സവാള ചതുരത്തിൽ മുറിച്ചത്, 10-15 വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 3 ടേബിൾ സ്പൂൺ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ്, 4-5 വറ്റൽമുളക്, 3-4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്ക, 3-4 പട്ട, 1 പീസ് തക്കോലം, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അതേ എണ്ണയിൽ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകവും പട്ട, തക്കോലം, ഗ്രാമ്പൂ, വറ്റൽമുളക്, ഏലക്ക ഇത് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കവും സവോളയും ഇട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ഇതിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്തതിൽ നിന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും വെളുത്തുള്ളിയും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഗാർലിക് ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കനാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.